കണ്ണൂരിൽ ആ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ഒരു പാരിതോഷികം നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു പൊതുജന താല്പര്യമുള്ള വ്യക്തി 1 ലക്ഷം രൂപ ആ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് നൽകണമെന്ന് എന്നോട് ഫോണിൽ വിളിച്ച് ആവശ്യപ്പെട്ടു. അദ്ദേഹം ആ പൈസ തരാമെന്നും പറഞ്ഞു. അപ്പോൾ പൊതുജനങ്ങളോട് താല്പര്യമുള്ളൊരു വ്യക്തിയാണ് ആ പയ്യന്നൂരിലെ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ഞാൻ ആ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞ് എനിക്ക് ഇന്ന് തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ആ ഓട്ടോറിക്ഷ ഡ്രൈവർ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. ആ തരുന്ന പണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഇതുപോലെ ധാരാളം ഇൻഫർമേഷൻ ഇതുമായി ബന്ധപ്പെട്ട് കിട്ടിയിരുന്നു. പക്ഷേ ഈ ഇൻഫർമേഷനാണ് ഏറ്റവും ഫലപ്രദമായത്. ആ ഓട്ടോറിക്ഷ ഡ്രൈവറെ മുക്തകണ്ഠം ഞാൻ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ രാവിലെ പറഞ്ഞത് തന്നെയാണ്, ഒരു കാരണവശാലും കേരളത്തിൽ ഗുണ്ടാ പ്രവർത്തനം അനുവദിക്കില്ല. ഗുണ്ടകളെ സാമൂഹ്യ വിരുദ്ധന്മാരെ അടിച്ചമർത്തും. ജനങ്ങൾക്ക് വേണ്ട സ്വൈര്യ ജീവിതമാണ്. ഞാൻ രാവിലെ ഈ കാര്യം സൂചിപ്പിച്ചതാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഒരു കാരണവശാലും കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ സ്വൈര്യ ജീവിതം തടസ്സപ്പെടുത്തുന്ന ഒരു ഗുണ്ടയെയും സ്വൈര്യവിഹാരം നടത്താൻ അനുവദിക്കില്ല. ഗുണ്ടകളെ സഹായിക്കുന്ന ആളുകളുണ്ട്, അവരെയും പോലീസ് വെറുതെ വിടില്ല. ഈ കാര്യം വളരെ അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇല്ല, ഇപ്പം അങ്ങനെയുള്ള ആളുകളൊന്നും ഇപ്പം പോലീസ് പ്രവർത്തിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ പേരിൽ കർശനമായ നടപടികളുണ്ടാകും. മോഹൻദാസിന്റെ പേരിൽ ഞങ്ങൾ കേസെടുത്തല്ലോ. ഒരാളിനെ അറസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഞാനാണല്ലോ തീരുമാനിക്കുന്നത്. അത് പോലീസല്ലേ തീരുമാനിക്കണ്ടേ? ആഭ്യന്തരമന്ത്രി ആഭ്യന്തരമന്ത്രി അല്ല തീരുമാനിക്കേണ്ടത്. അത് കേസിൻ്റെ സ്വഭാവം വെച്ചിട്ട് അവർ പരിഗണിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഒരാളിനെ അറസ്റ്റ് ചെയ്യാൻ എനിക്ക് പറയാൻ പറ്റുമോ? അത് പറ്റില്ല. അപ്പോൾ അത് നിയമപരമായ കേസിൻ്റെ സ്വഭാവം വെച്ച് അവർ തീരുമാനിക്കും. അദ്ദേഹത്തിൻ്റെ പേര് FIR ഇട്ടിട്ടുണ്ട്. നടപടികൾ മുന്നോട്ട് പോകുന്നു. ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ട്. ഇതെല്ലാം എനിക്ക് പറയാൻ പറ്റുമോ? ഒരു കാരണവശാലും ഇത്തരം ഗുണ്ടകളെ ആരും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഗുണ്ടകളെ വാളെടുത്തവൻ വാളാൽ. ഗുണ്ടകളെ പ്രോത്സാഹിപ്പിച്ചതിൻ്റെ അനുഭവം ഇപ്പോൾ ഓരോ പാർട്ടികൾക്കും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അവരെല്ലാം അതിനെ തള്ളി പറയുന്നുണ്ട്. ഒരു കാരണവശാലും ഗുണ്ടകളെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. അത് പൊതുജനങ്ങളോട് ചെയ്യുന്ന ഒരു വെല്ലുവിളിയാണ്.